ഓക്കെ, നമ്മളെ വിളിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഒരു 3-4-5 നമുക്ക് ഈ പറയുന്ന LBS അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന BSc നഴ്സിംഗ്, BPT, BOT പോലുള്ള കോഴ്സസിന് LBS അലോട്ട്മെന്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ സ്പോർട്സ് കോട്ട, അതായത് എനിക്ക് ഈ പറയുന്ന ഗോൾഡ് മെഡൽ ഉണ്ട്, അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്പോർട്സ് കോട്ട നമുക്ക് ആ സ്പോർട്സ് കോട്ട വെച്ച് നമുക്ക് ഈ പറയുന്ന LBSന്റെ അലോട്ട്മെന്റ് കൂടുതൽ ചാൻസസ് ഉണ്ട് എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോർട്സ് കോട്ട ഉണ്ട്, നമുക്ക് സ്പോർട്സിന്റെ റിസർവേഷൻ ഉണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കുന്ന രീതിയിൽ എല്ലാം കൊടുക്കുക, മാക്സിമം ക്യാമ്പസ് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ പറയുന്ന ക്യാമ്പസിന്റെ ലിമിറ്റ് ഒന്നുമില്ല, നമ്പർ ഒന്നുമില്ല, മാക്സിമം എപ്പോഴെങ്കിലും കിട്ടുന്ന രീതിയിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല എല്ലാ ക്യാമ്പസുകളും ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് നമ്പർ എന്ന് DM ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാം. അത് വിട്ടേ. അപ്പം ഈ പറയുന്ന LBS അലോട്ട്മെന്റ് നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സ്പോർട്സ് കോട്ട എനേബിൾ ചെയ്യുന്നത് ടിക്ക് ചെയ്യാനായിട്ട് മാറ്റരുത്. സ്പോർട്സ് കോട്ട ടിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇട്ട ഉടനെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഗോൾഡ് മെഡൽ കിട്ടിയ ആ സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള വ്യക്തിപരമായിട്ടുള്ള ഡോക്യുമെന്റ്സും എല്ലാം അറ്റാച്ച് ചെയ്ത് നേരിട്ട് കൊണ്ടുപോയി ഈ പറയുന്ന എവിടെ കൊടുക്കണം, തിരുവനന്തപുരം കേരള സ്പോർട്സ് കൗൺസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അവര് വേണം ആർക്ക് ഇത് അയക്കാൻ, LBSന് നമ്മുടെ മാർക്കും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു റിസർവേഷനെ പറ്റിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് അയക്കാൻ ഈ പറയുന്ന സ്പോർട്സ് കൗൺസിലിനെ നേരിട്ട് പറ്റും. നമുക്ക് നേരിട്ട് LBSനെ അറിയിക്കാനായിട്ട് പറ്റില്ല. സോ ഇത് പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ എന്തെങ്കിലും മന്ത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. സോ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ടൈമിലൊക്കെ അഡ്മിഷൻ, അതായത് അലോട്ട്മെന്റ് ക്യാമ്പസ് കിട്ടിയിട്ട് എന്നിട്ടും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത്, ഈ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് ഏതെങ്കിലും ഒരു ക്യാമ്പസ് കിട്ടി കഴിയുമ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് LBS നമ്മളോട് ആവശ്യപ്പെടും. ഇത് നമ്മൾ അറിയില്ല, ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ട് മാത്രമേ നമുക്ക് വരുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളെ വിളിച്ചാലും പറയാനൊന്നും പോകുന്നില്ല, ഇവിടുത്തെ ടോക്കൺ ഫീ അടയ്ക്കണം, കിട്ടിയതല്ലേ അങ്ങനെ ആരും വരാൻ പോകുന്നില്ല. സോ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോക്കൺ ഫീ എത്രയാണ്, എപ്പോഴാണ് അടയ്ക്കേണ്ടത്, ഡേറ്റും കാര്യങ്ങളൊക്കെ അവൈഡ് ആയിട്ടിരിക്കുക, അത് അടയ്ക്കുക. സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ കിട്ടട്ടെ. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ അപ്പം തന്നെ വിളിക്കുക. ഡൗട്ട് ക്ലിയർ ചെയ്യുക, ക്ലാരിറ്റി ബിഫോർ കമ്മിറ്റ്മെന്റ്. ഓക്കെ, താങ്ക് യു.